അപ്പോൾ ഈ ഇത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഈ പ്രവർത്തനം ചെയ്യുന്നത് എന്തിനു വേണ്ടി? ഇവിടെ സീനിയർ സിറ്റിസൺ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ തിരക്കിയപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് പലരും ഇവിടെ മറിഞ്ഞു വീഴുന്നു. MLA-യുടെ എല്ലാം സമ്മർദ്ദം വന്നതുകൊണ്ട് അതങ്ങനെ ചെയ്യേണ്ടി വന്നത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക അല്ലാതെ വേറെ ഒരു ഗുണവും നാട്ടിനുണ്ടായില്ല. ഇപ്പോഴും അതുപോലെ തന്നെ അടുത്തിട്ടിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് നിൽക്കുക, അത് അല്ലെങ്കിൽ അവർക്ക് പറ്റൂല എന്നാണ് അവരെ തീരുമാനങ്ങൾ ഇതിനു മുമ്പ് നിന്ന്. കണക്കിന് ഇതിലെ വണ്ടി വരുമ്പോൾ പാറ തെറിച്ച് കൊച്ചുങ്ങൾക്ക് വെളിയിലൊന്നും ഇറങ്ങാനൊന്നും പറ്റാത്ത. നമസ്കാരം, ഇത് വെട്ടൂർ വിളഭാഗമാണ്. ഇവിടെ ഇലക്ഷൻ 5 ദിവസം മുന്നേ ഇവിടെ JCB കയറ്റി മൊത്തം റോഡും ഇളക്കി മറിച്ച് കുഴച്ച് ഒരു പരുവമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു. നാട്ടുകാർക്ക് വഴിയടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അത് മാത്രമല്ല, വണ്ടികൾ വല്ലതും പാസ് ചെയ്ത് പോകുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കേണ്ട അവസ്ഥ, കല്ലുകൾ തെറിച്ച് തലയിൽ വീണ് പൊട്ടേണ്ട അവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തനം വിളിച്ചിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. വിളഭാഗം സുശീന്ദ്രൻ ചേട്ടനുണ്ട്, അതുപോലെ തന്നെ പഴയ വൈസ് പ്രസിഡന്റ് നമ്മുടെ ബാലൻ ചേട്ടനുണ്ട്, പിന്നെ നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ബാലൻ ചേട്ടനുണ്ട്, നല്ല നാട്ടുകാരൊക്കെ ഉണ്ട്. എന്തിനാണ് നിങ്ങൾ ഈ റോഡ് ഇലക്ഷന് 5 ദിവസം മുന്നേ എന്തിനാണ് വിളിച്ചത്? അതായത് ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് ഗുണകരമാവുന്നതിനാണ്. അവർക്ക് ദോഷമുണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആവരുത്. അപ്പോൾ ഇലക്ഷന് 5 ദിവസത്തിന് മുമ്പാണ് ഇത് പൊളിച്ചിട്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു മാസത്തോളം ആയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് AXCയുടെ അധികാര പരിധിയിലാണ് ഇതുപോലുള്ള റോഡുകളുടെ പണികൾ കൂടുതലായി നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സാങ്കേതിക വിദഗ്ധർ വന്ന് ആ റോഡ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് പരിശോധിച്ചിട്ട് അതിനൊരു എഗ്രിമെൻറ്റ് റെഡിയാക്കും. എഗ്രിമെൻറ്റ് റെഡിയാക്കിയതിന് ശേഷം ടെൻഡർ ഒപ്പിടിപ്പിച്ച് അതിനുശേഷം ഷെഡ്യൂൾഡ് തയ്യാറാക്കും. അപ്പോൾ അങ്ങനെ ഷെഡ്യൂൾഡ് തയ്യാറാക്കിയ വർക്ക്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ റോഡ് നല്ല മനോഹരമായ രീതിയിൽ ടാർ ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ ഇതിവിടെ ഒരു നോക്കണം, കുത്തിറക്കമാണ്. ഈ കുത്തിറക്കത്തിലേക്ക് ടാർ കൺവീനിയൻ്റാക്കി ചെയ്താൽ മാത്രമേ റോഡിന് സേഫ്റ്റി ഉണ്ടാകൂ. അപ്പോൾ അന്ന് സാങ്കേതികപരമായി ഇവിടെ വന്ന് പരിശോധിച്ച ഉദ്യോഗസ്ഥർ തന്നെ നല്ല രീതിയിൽ ടാർ ചെയ്യുന്നതിനുള്ള എഗ്രിമെൻ്റ് റെഡിയാക്കി ആണ് പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥർ ഇരുന്ന് തീരുമാനിക്കുന്നു, അവർ ആ ഷെഡ്യൂൾഡ് മാറ്റുന്നു, കോൺക്രീറ്റിലേക്ക് കൊണ്ടുപോകണു, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ പ്രദേശങ്ങളിൽ പല റോഡുകൾ പരിശോധിച്ചാലും ഈ വർക്കല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ AXCയുടെ അധികാര പരിധിയിൽ വരുന്ന പല റോഡുകളും ഇതേ കണക്ക് വക മാറ്റുന്ന ഒരു പദ്ധതി ഇവിടെ നടപ്പിലായി വരുന്നത്. യഥാർത്ഥത്തിൽ അതൊരു വലിയ അശ്രദ്ധമായ അല്ലെങ്കിൽ അശാസ്ത്രീയമായ, ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി അല്ല, അത് പറഞ്ഞോട്ടെ, അശാസ്ത്രീയപരമായാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായി നടക്കാതെ പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ബഹുമാന്യനായ വെട്ടൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ധനപാലൻ സാറ് എന്നോട് പറഞ്ഞതാണ്, ഈ ഇലക്ഷൻ ഒരു 5 ദിവസത്തിന് മുമ്പ് ഇവിടെ വെട്ടിപ്പൊളിച്ച് ഇടുന്നു, അത് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ AXCനെയും AEനെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും അതിനോടൊപ്പം പിന്നെ കോൺട്രാക്ടറെയും വിളിച്ചിരുന്നു. ഇനിയിപ്പോൾ ഇലക്ഷൻ ഒരു 3-4 ദിവസമേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് നിങ്ങളിത് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാനും കഴിയും. അപ്പോൾ അതിന് ഇപ്പോൾ AEയുടെ ഭാഗത്തു നിന്നാണ്ട് എന്തോ മറുപടി ധനപാലൻ സാറിന് ലഭിച്ചു എന്ന് പറയുന്നു. അദ്ദേഹം പറയും, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഈ പ്രവർത്തനം ചെയ്യുന്നത് എന്തിനു വേണ്ടി? അപ്പം നാടിൻ്റെ നന്മ അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ സീനിയർ സിറ്റിസൺ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ തിരക്കിയപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് പലരും ഇവിടെ മറിഞ്ഞു വീഴുന്നു. മനസ്സിലായി? ഇവിടെ വീഴുന്നു. അവിടെ ഇരിക്കുന്ന ആ കടയിൽ ആ വീട്ടിലിരിക്കുന്ന ആൾക്കാർ പറയുന്നത് 2 വീലറൊക്കെ പോകുമ്പോൾ തെറിച്ച് കല്ല് അവരെ പുറത്ത് ചെന്ന് അടിക്കുന്നു. അപ്പോൾ അപകടങ്ങളുണ്ടാവുന്നു. അപ്പോൾ ഇത്രയും 1 മാസക്കാലമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇനി തുടർന്ന് ഉള്ള കാര്യങ്ങൾ നമ്മുടെ ബഹുമാന്യനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ധനപാലൻ സാർ പറയും. സാർ ഇപ്പോഴും എന്നോട് ശശീന്ദ്രൻ ചേട്ടൻ വ്യക്തമാക്കിയിട്ടില്ല എന്തിന്, ആർക്ക് വേണ്ടി. നല്ല മറുപടി ചേട്ടൻ പറയുന്നത് ചേട്ടൻ. ഈ റോഡ് നമ്മളെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ശിവഗിരി പാക്കേജ് എന്ന് പറഞ്ഞിട്ട് നിയോജകമണ്ഡലത്തിൽ 10-15 റോഡുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു റോഡാണ് വിളഭാഗം വലിയൻ്റെകുഴി പണയൽക്കടവ് റോഡ്. ഇത് 2 പ്രധാനപ്പെട്ട റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഇട റോഡാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള റോഡെന്നുള്ള നിലയിലാണ് അന്ന് ശിവഗിരി പാക്കേജിൽ ഉൾപ്പെടുത്തിയ റോഡ് എടുപ്പിച്ചത്. ഞങ്ങളെയൊക്കെ ശ്രമഫലമായിട്ട് ശ്രീ വർക്കല കഹാറിൻ്റെ കാലത്താണ് നടത്തി.
അന്ന് പണി ചെയ്ത് വളരെ മനോഹരമായ റോഡ്, എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞ റോഡ് 15 കൊല്ലത്തിന് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം ഈ കഴിഞ്ഞ 2-3 വർഷമായി ഇവിടെ പിന്നെ ഒരു യാർഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പിന്നെ ഇവിടെ പഞ്ചായത്ത് റോഡാണല്ലോ, പഞ്ചായത്ത് റോഡുകളിലൂടെ പോകുന്നതിന് ഒരു ലിമിറ്റും അതിൻ്റെ ഒരു വെയിറ്റിനൊരു ലിമിറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഉപരിയായി ഉള്ള ലോഡ് വന്ന് ഈ റോഡ് എന്ന് രായുമ്പോഴും ഈ വണ്ടി പോയി ടോറസ് ഉൾപ്പെടെ വരുമായിരുന്നു. ടോറസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ റോഡ് ആ സമയത്ത് നശിക്കുന്നത്. അപ്പോൾ ആ നശിച്ച ആ റോഡ് വളരെ ജനങ്ങളും മറ്റ് സംഘടനകളും സമരം ചെയ്തതിൻ്റെ കോൺഗ്രസ് പാർട്ടി തന്നെ ഈ റോഡ് പുനരുദ്ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5-6 മാസത്തിന് മുമ്പ് സമരം ചെയ്തു പഞ്ചായത്തിന് മുമ്പിലും അധികാരികളുടെ മുമ്പിൽ. പക്ഷെ അതിനൊന്നും ഒരു നടപടികളും ഒരു ചെറുവിരൽ പോലും അനക്കി ഇവിടുത്തെ യാത്രാ സൗകര്യത്തിന് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആ സമയത്തും ഈ റോഡിങ്ങനെ അലങ്കോലമായി കിടക്കുകയാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് 9-ാം തീയതി, ഡിസംബർ 9-ന് തിരഞ്ഞെടുപ്പ്. 3-ാം തീയതി വൈകുന്നേരം സന്ധ്യയോടുകൂടി ഞാൻ അറിയുന്നു ഇങ്ങനെ ഇവിടെ റോഡ് പണി അടിയന്തരമായിട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പം നല്ല കാര്യമെന്നാണ് ആദ്യം തോന്നിയെങ്കിലും അതിലെന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നതായി തോന്നി. അപ്പോൾ ഞാൻ ആ കോൺട്രാക്ടറെ വിളിച്ചു. അയാൾ സംസാരിച്ച് ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഇതൊരു 5 ദിവസം, 5-ൻ്റെ അന്ന് ഇലക്ഷൻ, 4 ദിവസം കൂടി നമുക്ക് മാറ്റി വയ്ക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ ഓരോ ടെൻഡറൊക്കെ ആയിപ്പോയി കിടക്കുന്നു, മറ്റേതാണ്, അങ്ങനെ കുറേ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞു 4 ദിവസത്തേക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ളത് അറിയാമല്ലോ. അത് ശരി തന്നെ. ഞാൻ പറഞ്ഞു അതൊന്ന് മാറ്റി വെച്ചാൽ ആളുകൾക്ക് ഈ നമ്മുടെ ഇവിടെയുള്ള ആളുകളെല്ലാം വോട്ട് ചെയ്യാൻ പോകേണ്ടുന്നത് ബെന്നിയൂകോട് ഗവൺമെൻറ് LPSലാണ്. അപ്പോൾ ഈ വിളഭാഗത്തു നിന്ന് ഓട്ടോ പിടിച്ച് ഇതുവഴിയാണ് ആളുകൾ പോകുന്നത്, അല്ലെങ്കിൽ കാൽനടയായാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യവും ഉണ്ടാക്കി കൊടുക്കണം. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്താൽ മതി. അങ്ങനെ അയാൾ എൻ്റെ അഭിപ്രായത്തോട് യോജിച്ചതിന് ശേഷം അപ്പോൾ ഞാനും അങ്ങനെ കരുതി ഇനിയിപ്പോൾ ഈ സമയത്ത് അത് വലിച്ചു പൊളിക്കത്തില്ല. പിറ്റേ ദിവസം സംസാരിച്ച് എൻ്റെ അടുത്ത ദിവസം 7:30 മണിക്ക് പറയുന്നു ഈ റോഡിൻ്റെ ഒരു മധ്യഭാഗത്ത് ഗുരുമന്ദിരം കണ്ടില്ലേ ഞങ്ങൾ, അവിടെ JCB ഒക്കെ വന്നെന്തോ പണി തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ഞാൻ അയാളെ വിളിച്ചു സംസാരിച്ചപ്പോൾ അയാൾ ആദ്യം ഫോണൊന്നും എടുത്തില്ല, പല ഒഴിവുകളൊക്കെ പറഞ്ഞ് അത് എനിക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ, എനിക്ക് പറഞ്ഞിരിക്കുന്നതാണ്, അത് ഇനിയിപ്പോൾ അതിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഇതിൻ്റെ ഒരു ശോച്യാവസ്ഥ, 1 മാസക്കാലം കഴിഞ്ഞിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നു. ഇവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയസ്സായ ആളുകൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് പെട്ടെന്ന് രാത്രി പോകണമെന്ന് വെച്ചാൽ പകലായാൽ പോലും ആരും വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല, ഓട്ടോ പോലും വരാത്ത സാഹചര്യം. അപ്പോൾ അത് അടിയന്തരമായി എന്താണ് ഈ ഇങ്ങനെ ഇട്ടിരിക്കുന്നതിന് കാര്യം മനസ്സിലാക്കാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇലക്ഷൻ്റെ ആ സമയത്ത് 2-3 ദിവസം ഉള്ളപ്പോൾ പൊളിച്ചത് ശരിയായില്ല എന്ന് എടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് MLA-യുടെയൊക്കെ വലിയ സമ്മർദ്ദം. എനിക്ക് ഏത് MLA എന്ന് എനിക്കിങ്ങനെ അറിയാം, വർക്കലയുള്ള MLA ആയിരിക്കാം. MLA-യുടെ എല്ലാം സമ്മർദ്ദം വന്നതുകൊണ്ട് ഞാൻ അതങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് പ്രത്യേകിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ലാതെ വേറെ ഒരു ഗുണവും നാട്ടിനുണ്ടായില്ല. ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുകയാണ്, ഒരുപാട് അപകടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഒരു 3-4 ദിവസത്തിന് മുമ്പ് പൊളിച്ചതിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലേ? ഏതായാലും പറയുന്ന കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ അവിടുത്തെ നമ്മുടെ നാട്ടുകാരൊക്കെയാണ്. നിങ്ങളിവിടെ ഈ പറയുന്ന പ്രൈവറ്റ് കോറി വന്ന സമയത്ത് ഞാൻ തടുത്തു. കാര്യം എത്ര ദിവസം ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുള്ളവരുടെ താമസിക്കുന്നത്. കാര്യം മെറ്റിലടിക്കുന്ന കൊച്ചുങ്ങൾക്ക് വലിയവർക്ക് ഈ MLA-യും കാണില്ല, ഈ കോറി വേസ്റ്റ് കിടത്തുന്നവനും കാണില്ല. കാര്യം അവനാണ് രാഷ്ട്രീയവൽക്കരിച്ച് ഈ റോഡ് ഇങ്ങനെ ആക്കിയത്. കാര്യം കളക്ടറേറ്റിൽ പോയി നമ്മളെ ഇപ്പോഴത്തെ 10-ാം വാർഡിലെ മെമ്പറും ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം അവിടെ പഞ്ചായത്തിൽ പോയി ഇതിൻ്റെ പരാതി കൊടുത്തപ്പോൾ കളക്ടറേറ്റിൽ പോയി അവിടെ നിന്ന് കളക്ടർ സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്ത് ബോർഡ് വയ്ക്കാൻ പറഞ്ഞു. 10 ടണ്ണിൽ കൂടുതൽ വെയിറ്റുള്ള വാഹനം ഈ വഴി പോകരുത്, വാഹനം ബോർഡ് വെച്ച് അതിനുശേഷം നിരന്തരം 6-7 ലോഡാണ് ഇതിലേ പോകുന്നത്. അതിന് കൃത്യമായി എന്ന് പറഞ്ഞില്ലേ, കൃത്യമായി അതിൽ അവനെ പോകണമെങ്കിൽ MLA-യുടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ വണ്ടി ഈ വഴി പോകും, ഇല്ലെങ്കിൽ പോകില്ല. അല്ല ഒരു സ്വകാര്യ വ്യക്തി ഒരു പഞ്ചായത്ത് ഒരു ബോർഡ് കൊണ്ടുവച്ചാൽ അത് എന്തുകൊണ്ട് നിരസിച്ചുകൊണ്ട് വണ്ടി പോകുന്നു. അപ്പോൾ ആരുണ്ടെങ്കിലും ഒരു ഏഴത ഇല്ലെങ്കിൽ പോലീസുകാർക്ക് തടഞ്ഞുകൂടെ? അത് പഞ്ചായത്തിൽ നമ്മൾ പരാതിപ്പെട്ടു. അപ്പോൾ പഞ്ചായത്ത് പഴയ പ്രസിഡന്റ് നമ്മുടെ പറഞ്ഞാൽ നിങ്ങൾ റോഡ് തടുത്തിടൂ എന്നിട്ട് നമ്മൾ വരാമെന്ന്. അവരാണ് കൊണ്ട് ബോർഡ് വെച്ചത്, അവരാണ് ചെയ്യേണ്ടത്. ജനങ്ങളാൽ കൊണ്ട് അവർ ചെയ്യിപ്പിക്കേണ്ടത്. അവർ നമ്മൾ നിരന്തരം പോയി അവർ പറഞ്ഞു കാണും ദിവസവും 6-7 ലോഡ് പോകുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തടുത്തിട്ടിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് നിൽക്കുക, അത് അല്ലെങ്കിൽ അവർക്ക് പറ്റൂല എന്നാണ് അവരെ തീരുമാനങ്ങൾ. ഇതിനു മുമ്പ് നിന്ന് LDF-ൻ്റെ പഞ്ചായത്തായിരുന്നു, ഇപ്പോൾ UDF-ൻ്റെ ആയി. അവരെടുത്ത് നമ്മളെ പരാതി പറഞ്ഞു. ഇപ്പോൾ 4-5 ദിവസത്തിന് മുമ്പ് അവർ വന്ന് റോഡ് നോക്കിയിട്ട് പറഞ്ഞു ഒരാഴ്ച നോക്കട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളെ ഉൾപ്പെടുത്തി നമുക്കൊരു പ്രക്ഷോഭം തുടങ്ങാം. എങ്ങനെ പറഞ്ഞ് ഇന്നിപ്പോൾ നാളെ ആകുമ്പോൾ 7 ദിവസം ആകുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച മുതൽ റോഡ് തടുക്കാന്നുള്ളൊരു തീരുമാനത്തിൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ നാട്ടുകാരെ വിളിച്ച് റോഡ് ഉപരോധിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിനും വേണ്ടി കൺട്രാക്ട് പറഞ്ഞ് തിങ്കളാഴ്ച പണി തുടങ്ങുമെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. ഇവിടെ ഞാൻ വന്നെത്തി കടയിൽ വരുമ്പോൾ വണ്ടി പോണ കൊച്ചുങ്ങൾ രണ്ടുപേര് പോകാൻ വേണമെങ്കിൽ അവർ മറിഞ്ഞ് വീഴും. ഞങ്ങൾ പറയും നിങ്ങൾ ഇറങ്ങിയിട്ട് വണ്ടീനെ പയ്യെ ഉരുട്ടിക്കൊണ്ടു. കല്ല് തെറിച്ച് ഇഞ്ഞു വന്ന് വീഴും. എൻ്റെ വീട്ടിൽ പോണ വഴിയിൽ മൊത്തം കല്ലാണ് അവനെ ഇറങ്ങാൻ പറ്റൂല. പക്ഷേ കോൺക്രീറ്റ് ചെയ്തിട്ടാൽ പായലിടിച്ചാൽ ഞങ്ങൾക്ക് കാല് വയ്യാത്തതാണ് അവനെ നടക്കാൻ ഇപ്പൊ ഈ പറ്റും. കോൺക്രീറ്റ് ഇടുന്നത് ഒരു കോറി ഉടമയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലോ അല്ലേ? കോറി ഉടമയ്ക്ക് വേണ്ടിയിട്ടല്ലേ കോൺക്രീറ്റ് ചെയ്യുന്നത്? അവരെ അത് കണക്ക് തന്നെ ഇതിലെ വണ്ടി വരുമ്പോൾ പാറ തെറിച്ച് കൊച്ചുങ്ങൾക്ക് വെളിയിലൊന്നും ഇറങ്ങാനൊന്നും പറ്റാത്ത ഇതാണ്. ഒരു മാസം ഒരു കഷ്ടപ്പാടാണ്. ഒരു മാസം കൊണ്ട് നടക്കാനും വയ്യോ ഒന്നിനും വയ്യാത്ത ഇതായിട്ട് കിടക്കുകയാണ്. ഈ റോഡ് ഇന്നലെ ഇതിൻ്റെ കൺട്രാക്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കും, കൊച്ചുങ്ങളും വീടുന്നു നമുക്കും നടക്കാൻ വയ്യ, നിങ്ങൾ ഈ റോഡ് ശരിയാക്കണമെന്ന് അവരപ്പോൾ പറഞ്ഞ് തിങ്കളാഴ്ച തൊട്ടാണ്ട് പണി തുടങ്ങുമെന്ന് പറയുന്നു. അല്ല അതെന്തായാലും പിന്നെ ഈ പറയുന്ന ഒരു കോറി കോൺട്രാക്ടർക്ക് വേണ്ടി റോഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുത്തിറക്കമാണ്. പായൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തെന്നി അങ്ങ് താഴെ അങ്ങ് പോവും. അതൊരു പ്രൈവറ്റ് വ്യക്തിക്ക് വേണ്ടി പഞ്ചായത്തുകാർ കാശ് മുടക്കി റോഡ് പണിയുന്ന ഒരു വിചിത്ര കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. MLA യുടെ ഒത്താശ ഉണ്ടെന്ന് നാട്ടുകാരൊക്കെ പറയുന്നു, എനിക്കറിയില്ല. ഏതായാലും വളരെ മോശമായിപ്പോയി. തൊഴിലാളി സർക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാതെ ഇലക്ഷൻ 5 ദിവസം മുന്നേ ഈ പറയുന്ന റോഡ് പൊളിച്ച് മാറ്റുകയും ഒരു മാസമായത് ഈ അവസ്ഥ കിടക്കുകയും ഇനിയിപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി കോൺക്രീറ്റ് ചെയ്യാൻ പോയെന്ന് പറയുന്നു. ഇപ്പം ചെയ്യുന്നോ ഒന്നും അറിയത്തില്ല. ഏതായാലും വിചിത്രമായി തോന്നി. ഇതിന് ഫണ്ടൊക്കെ അനുവദിച്ചതെന്ന് പറയുന്നത് ആദ്യം വ്യക്തമായ രൂപരേഖ ഉണ്ടായിരുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം തീരുമാനം മാറിയിട്ട് റോഡ് പൊളിക്കുന്നു, ഘടന മാറ്റുന്നു, വകമാറ്റി ചിലവാറ്റുന്നു. ഇതൊക്കെ പുറത്ത് കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെയൊക്കെ മാധ്യമപ്രവർത്തകരുടെയും അതുപോലെ ഈ പറയുന്ന പൊതുപ്രവർത്തകരുടെയും ഉത്തരവാദിത്തമാണ്. ഇത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് ഈ പറയുന്ന ബാക്കിയുള്ള സംസ്ഥാന സംവിധാനങ്ങളാണ്. ന്യൂസ് മാച്ചിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.